ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖം മറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും മിങ്കിളാവാനുമുള്ള അവസരമുണ്ടാക്കി തീർത്ത ആ ഓരോ കാഴ്ചകൾക്ക് കുല്ലു നദറത്തിൻ സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും പിശാചിന്റെ വിഷത്തിൽ മുക്കിയ അമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. അതിന് അവസരമുണ്ടാക്കിയതിന് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ? അതുകൊണ്ട് പെണ്ണുങ്ങൾ, സഹോദരിമാർ മനസ്സിലാക്കണം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉഖ്റവിയായ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റൂ, നമ്മൾ സഹിച്ചേ പറ്റൂ. ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോ മാത്രമല്ല, എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ്. ഉറൂസ് നടക്കാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ഈ നിയമം, ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? നിങ്ങൾ പൊയ്ക്കോ. ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തോ. എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ, അവന്റെ നിയമം ലാ മുബദ്ദില ലികലിമാതി, നിയമം ഇനി മാറ്റാൻ പറ്റില്ല, നിയമത്തിന് ഇനി മാറ്റമില്ല. വൽ ഖവാഇദു മിനൻ നിസാ, വൃദ്ധകളായ പെണ്ണുങ്ങൾ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ മുതബദ്ദിജാതിൻ ബിസീന, അവര് ഭംഗി കാണിച്ചു കൊടുത്ത് നടക്കരുത്. മൈലാഞ്ചി കാണിക്കുക, ആഭരണങ്ങൾ കാണിക്കുക, കാലിൽ പാദസരം ഇട്ട് ശബ്ദമുണ്ടാക്കി നടക്കുക. ഉമ്മൂമ്മമാരോട് അല്ലാഹുവിന്റെ നിയമം ഇതാണ്, ചെയ്യരുത്. ഇങ്ങനെ അല്ലാഹു ഇളവ് തന്നാൽ പോലും അവിടെയും ഏറ്റവും നല്ല മറ സ്വീകരിക്കൽ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഖൈർ കേട്ടോ. ആർക്ക്? വൃദ്ധകൾക്ക്. വൃദ്ധകൾക്ക് പോലും ഖൈർ പരമമായ അച്ചടക്കം പാലിക്കൽ തന്നെയാണ്. ഒരിക്കലും തന്നെ ഭംഗി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കല്ല. പെണ്ണെന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു നല്ല കുടുംബത്തിന്റെ അസ്ഥിവാരമാകാനാണ്. ഉമ്മൂമ്മമാർ പെൺകുട്ടികൾക്ക് മാതൃകയാകണം. ഉമ്മൂമ്മമാരെ കണ്ടാണ് പേരമക്കൾ പഠിക്കുന്നത്, ഉമ്മൂമ്മമാരെ കണ്ടാണ് ചെറുപ്പക്കാരികൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് വീട്ടിലെ ഉമ്മൂമ്മമാർ ഏറ്റവും നല്ല മാതൃകകളാകണം. ഇതല്ലേ അള്ളാഹു പഠിപ്പിക്കുന്നത്. വൽ ഖവാഇദു മിനൻ നിസാ, അവരെ കണ്ടിട്ട് വേണം ചെറുമക്കൾക്ക് ആവേശം. ഉമ്മയുടെ വസ്ത്രവിധാനം കണ്ടിട്ട് കുഞ്ഞു മക്കൾക്ക് അതിൽ ആകർഷണം തോന്നണം. ഇന്നല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ എല്ലാം മറച്ചു നടക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് വീട്ടിൽ മാതൃകകൾ ഉണ്ടാകണം എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അന്യ ആണുങ്ങളുമായുള്ള ഇടപഴകലാണ് ഈ പറയുന്നത്. നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉമ്മയും വാപ്പിയുള്ള ലോകത്തുള്ള നിയമം വേറെയാണ്. നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അന്യ ആളുകളുമായുള്ള ഇടപഴക്കത്തിൽ ഇത് വിഷയമാണ്. അന്യ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മക്കൾ പെട്ടു അന്യ ആണുങ്ങളാണ് അല്ലേ? നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അങ്ങേയറ്റം ഫ്രീഡം സ്വീകരിക്കാറുണ്ട്. പറ്റുമോ? ഇല്ല. അമ്മായിയുടെ മകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്? ഹറാമാണ്. പടച്ചോൻ, എന്റെ അമ്മായിന്റെ മോളെ ഞാൻ എത്ര സലാം പറഞ്ഞു മുസാഫത്ത് ചെയ്ത് കൈ മുത്തിയിട്ടുണ്ട്. ഹറാമാണ് മുഅ്മിനെ, ഹറാമാണ്. നിന്റെ മൂത്താപ്പയുടെ മകൾ നിനക്ക് ഹറാമാണ്, അവളെ കൈ കൊടുക്കാൻ പറ്റില്ല, അവളോട് നീ സലാം പറയേണ്ട കാര്യം പോലും ഇല്ല. എന്തേ? നിനക്കവൾ മഹ്റമല്ല. തൊട്ടാ ഒന്നുമുറിയില്ലേ? നിനക്ക് കല്യാണം കഴിക്കാൻ ജായിസ് അല്ലേ? അങ്ങനത്തെ ആണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങൾ, അത്തരക്കാർ അന്യ ആളുകളുടെ മുമ്പിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ എല്ലാവരും തൗബ ചെയ്തേക്കിൻ. കാരണം ഈ വിഷയങ്ങളിൽ പാളിച്ചകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അല്ലാഹു പറയാണ് തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണ്ടേ? എല്ലാവരും തൗബ ചെയ്തേക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ ആ ആയത്തിന്റെ അവസാനത്തിൽ? എന്തേ? കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിചാരിക്കും ഇതൊക്കെ വളരെ അടുത്ത കുടുംബങ്ങളാണെന്ന്. അല്ല. നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനിയത്തിയും, നിന്റെ പിതാവിന്റെ സഹോദരിമാർ, നിന്റെ സഹോദരിയും സഹോദരിയുടെ മക്കൾ, സഹോദരൻ സഹോദരന്റെ മക്കൾ, ഇവരൊക്കെയല്ലേ നിന്റെ മഹ്റമുകളായിട്ടുള്ള ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ അന്യരല്ലേ? ഏതാനും ചില ആളുകൾ അല്ലാഹു തആല എന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ആ കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കണം. ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റുക? ആരുടെ മുമ്പിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടത്? ഗൈറ മുതബർരിജാത്തിൻ ബിസീന, ഭംഗി പുറത്തു കാണിച്ച് നടക്കല്ല. യാ അല്ലാഹ്. عن ابي هريره رضي الله عنه قال اشرف الخلق صلى الله عليه وسلم പഠിപ്പിക്കുന്ന ഹദീസ് സിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആണുങ്ങളാണ്, ഒന്ന് പെണ്ണുങ്ങളാണ്. സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. മിൻ അഹ്ലിൻ നാർ,
നരകത്തിലേക്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖറ, ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ സിയാത്തുൻ ചാട്ടവാറുകളുണ്ട്, കഅദ്നാബിൽ ബഖറ, പശുക്കളുടെ വാല് പോലോത്ത കയറ് പോലോത്ത ചാട്ടവാറുകളുള്ള ആളുകൾ. എന്താ അവർ ചെയ്യുന്നത്? യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട്. ജനങ്ങളങ്ങനെ അടിക്കുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നതും മുഹദ്ദിഥീങ്ങൾ പറയുന്നത് ചില നിയമപാലകന്മാരെ കുറിച്ചാണെന്ന. ജനങ്ങളെ അടിക്കുന്നവർ, ജനങ്ങളെ അടിച്ചോടിക്കുന്ന ആളുകൾ, അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്. അടുത്തതാരാണ്? നിസാഉൻ ഖാസിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷേ അവർക്ക് വസ്ത്രമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കൊഴയുന്നവരാണവർ. മുമീലാത്തുൻ, ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ചു പെരുമാറുന്നവരാണ്. മുഅ്മിനേ, ഇത് സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ ഇത്തരക്കാരായ ആളുകൾ, പെണ്ണുങ്ങൾ. മായിലാത്തുൻ, ഇങ്ങോട്ട് കൊഞ്ചിക്കുഴഞ്ഞാടുന്നവർ. ഒരു ചോദ്യത്തിന് 10 മറുപടി. മുമീലാത്തുൻ, മുമീലാത്തുൻ, ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ, പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലയിലെ മുടിക്കെട്ടിങ്ങനെ ആടും നടക്കുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ? മേലോട്ട് കുടുമയായി മുടി മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം, അത് മുസ്ലിമീങ്ങളിലേക്ക് വന്നപ്പോ ഒന്നാകണ് പൊന്തി, യൂറോപ്പുകാരനെ പൊന്തിച്ചു വെച്ച് തുടങ്ങി. അത് നമ്മളങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ടങ്ങ് പൊന്തിച്ചിട്ട് ഒരു പൂഞ്ഞ, ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. നടക്കുമ്പോ അങ്ങനെ ആടും, പൂഞ്ഞയാടും. ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ഹീലുള്ള ചെരുപ്പും കൂടിയാണെങ്കിൽ യാ അല്ലാഹ്, കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലയുടെ മുടിക്കെട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും. അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷെ അത് ഇല്ലാത്തതിന് തുല്യമാണ്. അവരാണുങ്ങൾ ആകർഷിക്കാൻ, പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ഹറാമ് ചെയ്യിക്കാൻ വേണ്ടി, അവരെ ആകൃഷ്ടരാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന പെണ്ണുങ്ങൾ, വ്യഭിചരിക്കണം എന്ന് വിളിച്ചു പറയാണ് ശരീരത്തിലൂടെ. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലത്ത് അവർ വരാനിരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ സ്റ്റൈലൊക്കെ വന്നത്? ഈ കാലത്തല്ലേ? നമ്മൾ ഗൾഫൊക്കെ വരുന്നതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ? ഇല്ല. പെണ്ണുങ്ങളൊക്കെ മുടിയൊക്കെ മുടഞ്ഞിട്ടിരുന്നു അല്ലേ? ഇങ്ങനെ പാല് ഡബ്ബയും തൈരിന്റെ ഡബ്ബയൊക്കെ വെച്ചിട്ട് വെച്ച് കെട്ടുന്ന പെണ്ണുങ്ങൾ. റിയലി, ഐ ആം നോട്ട് ജോക്കിംഗ്. പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കുകയാണെന്നാ. അതിന്റെ വേറെ കുറെ ആക്സസറീസ് വേറെ, അതൊന്നും കിട്ടാത്തവര് എന്തി പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കിന്റെ വില മനസ്സിലാക്കണം. വഹയല്ലേ ഈ പറയുന്നത്? ശരീരം മുഴുവൻ മറച്ച് അതിന്റെ മേൽ വസ്ത്രം പോലെ മറച്ച് ജീവിക്കുന്ന സ്വഹാബത്തിന്റെ വനിതകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട്, അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ്. ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴില്ലേ? അത് ഏത് രാജ്യക്കാർ ആര് ചെയ്യുന്നു ഇതല്ല വിഷയം, മുസ്ലിമീങ്ങൾ ചെയ്യുന്നു. ഇത്തരക്കാർ ഈ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. ആ സ്വർഗത്തിന്റെ പരിശുദ്ധ മണം പോലും, അതിന്റെ പരിമണം പോലും അവർക്ക് ലഭ്യമല്ല. നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ സ്വർഗത്തിന്റെ മണം കിട്ടും, അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ, പക്ഷേ വാസന അങ്ങനെ വരും. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഗൈറ മുതബദ്ദിജാത്തിൻ ബിസീന, നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാ, നാട്ടുകാർക്കുള്ളതല്ല.
നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടതാ. അത് നിങ്ങോട്ട് അങ്ങോട്ടും അവരുടെ ഇങ്ങോട്ടും നാട്ടുകാർക്ക് കാണിക്കാനുള്ളത്, റോട്ടിലൂടെ ഇറങ്ങി കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നീ മോഡസ്റ്റായിട്ട് ജീവിക്കുക, അച്ചടക്കത്തിലും അന്തസ്സിലും ജീവിക്കുക. നീ കച്ചവടച്ചരക്കാക്കല്ല. നീ വിളിച്ചു പറയുന്നത് എന്താണ് നീ വിളിച്ചു പറയുന്നത്? നിന്റെ വസ്ത്രത്തിൽ നിന്റെ ശരീരത്തിന്റെ അഴകും തൊലിനിറം കാണിച്ചിട്ട് നീ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? എന്താണ് നീ പറയുന്നത്? എന്താണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ ഇങ്ങോട്ട് വാന്നോ, എന്റെ അടുത്തേക്കൊന്ന് വാന്നോ, അല്ലെ എന്നൊന്ന് കണ്ടോ, എന്ന് തൊട്ടോ, എന്ന് നോക്കിക്കോന്നോ? എന്താണ് ഈ പറയുന്നത്? ഇത് മുസ്ലിമിന് പറ്റുമോ? അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുമോ ഇത്? അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് വൃദ്ധകൾ പോലും സൗന്ദര്യം കാണിച്ച് നടക്കല്ല എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്ന വൃദ്ധകളൊക്കെ വരും തന്നെ അള്ളാഹു തആല പറയുന്നത്. അവരും വാർദ്ധക്യത്തിലും സൗന്ദര്യം കാണിക്കണ്ട. എന്ത് സൗന്ദര്യം കാണിക്കാനുള്ളത്? ശരീരമൊക്കെ ആകെ ചുക്കിച്ചുളിഞ്ഞില്ലേ? എന്നാലും ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ ചുളിവ് നിർത്തുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തേക്കാം. അല്ലാതെ എങ്ങനെ ഇപ്പൊ ഈ നടന്മാരൊക്കെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചത്? സൂപ്പർ സ്റ്റാറുകളൊക്കെ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറി അല്ലാതെ തന്നെ ഇഞ്ചക്ഷനുകളൊക്കെ ചെയ്തിട്ട് തൊലി ചുളിഞ്ഞു നിർത്താൻ പറ്റും. 6 മാസം കഴിഞ്ഞാൽ ഒന്ന് പുതുക്കേണ്ടി വരും, ഇഞ്ചക്ഷൻ പുതുക്കണമെന്ന് മാത്രം. അതൊന്നും ചെയ്യല്ല.